നമ്മുടെ നാട്ടിലെ ഒരു 400cc ബൈക്കിന് കിട്ടുന്ന അതേ ഒരു മൈലേജ് ഒരു കാറിന് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് സാധാ കാറല്ല, എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ ആഡംബര സൗകര്യങ്ങളും ഉള്ള ഒരു കാർ, ഒരു അടിപൊളി കാർ. അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണേ നമ്മുടെ ടയോട്ടയുടെ ഹൈ റൈഡർ എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ നമ്മുടെ പുറകെ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ പെട്രോളിന്റെ ഡീസലിന്റെ വില ഓരോ ദിവസവും കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് ഒരു EV മേടിച്ചാലോ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാല് എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ട്. EV ലോങ് യാത്രകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ചാർജിങ് സ്റ്റേഷൻസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം ഒരുപാട് ആൾക്കാർ വണ്ടി മേടിക്കാത്തതുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു വണ്ടി. എന്താണെന്ന് വെച്ചാൽ ഇത് സെൽഫായിട്ട് ചാർജ് ആയിക്കോളും. EV അതായത് ഞങ്ങള് നാടൻ ഭാഷയെ പറയുവാണെങ്കിൽ 2 എഞ്ചിൻ എന്ന് പറയാം. മെയിനായിട്ട് ഫ്രണ്ടിൽ ഒരു എഞ്ചിനുണ്ട്, അതുപോലെ തന്നെ ഒരു ബാറ്ററിയും കൂടെ ഉണ്ട്. അപ്പൊ ഈ വണ്ടി ഡ്യുവൽ ചാർജ് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടില് ഒരു പെട്രോൾ എഞ്ചിനും ബാക്കില് ഒരു ഇലക്ട്രിക്കൽ EV ബാറ്ററിയുമാണ് വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അറിയണില്ല. നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടും. ഈ ഒരു വാഹനത്തിന് ഏകദേശം കിട്ടുന്ന ഒരു മൈലേജ് എന്ന് വെച്ചാൽ 28 കിലോമീറ്റർ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, 28 കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ഹൈ റേഞ്ചിൽ ഒരു 400cc എഞ്ചിനുള്ള ബൈക്കിന് കിട്ടുന്ന ഒരു മൈലേജ് ആണ് ഈ കാറിന് കിട്ടുന്ന ഒരു മൈലേജ്. അപ്പൊ നമുക്ക് ഈ കാറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഇവനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. ഏകദേശം ഈ ഒരു വാഹനം 13ഓളം വേരിയന്റിലുണ്ട് കേട്ടോ. അതിനകത്ത് തന്നെ 11 കളറിലുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കാം, ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ആദ്യമേ സെൽഫ് ചാർജിങ് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇതിന്റെ മെയിൻ പാർട്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം, ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാട്ടോ. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാവും. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പാർട്സുകളൊന്ന് പരിചയപ്പെടാം. ഒന്ന് എഞ്ചിനാണ്, പിന്നെ വരുന്നത് HP ബാറ്ററിയാണ്, പിന്നെ നോക്കുവാണെങ്കിൽ മോട്ടോർ ജനറേറ്റർ 1 and 2 ഉണ്ട്, പിന്നെ നോക്കുവാണെങ്കിൽ ഇൻവെർട്ടർ ആൻഡ് കൺവെർട്ടറും ഉണ്ട്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് നോക്കുവാണെങ്കിൽ ആദ്യം വണ്ടി നമ്മുടെ താക്കോൽ ഓൺ ആകുമ്പോൾ തന്നെ ബാറ്ററി ഓൺ ആവുന്നു. അത് വെച്ചിട്ട് അവിടെ നിന്ന് നേരെ പവർ നമ്മുടെ ഇൻവെർട്ടർ ആൻഡ് കൺവെർട്ടറിലേക്ക് എത്തുന്നു. അതിനുശേഷം നമ്മളൊരു 30 കിലോമീറ്റർ സ്പീഡ് വരെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓണാക്കി ചെറിയൊരു മൂവ്മെന്റ് മുന്നോട്ട് എടുക്കുമ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, 20 to 30. അപ്പോൾ അത്ര നേരം EVയിലാണ് വണ്ടി ഓടുന്നത്, EV മോഡിലാണ്. അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് നേരെ കൺവെർട്ടറിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് നമ്മുടെ മോട്ടോർ ജനറേറ്റർ 2ലേക്ക് എത്തുന്നു, അവിടെ നിന്ന് നേരെ നമ്മുടെ വീലുകളിലേക്ക് ഡ്രൈവ് എത്തുന്നു. ഏകദേശം നമുക്കൊരു ചെറിയൊരു സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് സെൽഫ് ചാർജിങ് എങ്ങനെയാണെന്നാണ്. സെൽഫ് ചാർജിങ് വരുന്നതുകൊണ്ട് നമ്മുടെ മെയിൻ എഞ്ചിൻ വർക്ക് ചെയ്യും. അതിന്റെ ഫലമായിട്ട് മോട്ടോർ ജനറേറ്റർ അല്ലെങ്കിൽ MG1ലേക്ക് പവർ എത്തുന്നു, അവിടെ നിന്ന് നേരെ കൺവെർട്ടറിലേക്ക്, അവിടെ നിന്ന് നേരെ ബാറ്ററിയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ബാറ്ററി ഓട്ടോമാറ്റിക്കലി റീചാർജ് ആവുന്നു. അങ്ങനെയാണ് അതിന്റെ സെൽഫ് ചാർജിങ് വരുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് മോട്ടോർ അസിസ്റ്റന്റ് ആണ്. അതായത് എഞ്ചിൻ ഇപ്പൊ നമ്മളൊരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് കയറി നമ്മളൊരു 30 ഒരു 50ലേക്കോ 60ലേക്കോ കയറുകയാണെന്ന് നോക്ക്. അങ്ങനെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഇതിന്റെ എഞ്ചിൻ പ്രവർത്തിക്കും. എഞ്ചിൻ പ്രവർത്തിച്ച് കഴിയുമ്പോഴേക്കും എഞ്ചിനിൽ നിന്നുള്ള പവർ നമ്മുടെ വീലുകളിലേക്ക് എത്തും. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്നുള്ള ഒരു പവർ വീലുകളിലേക്കും. അതുകൂടാതെ നമുക്കിത് റീചാർജിങ് നടക്കും. ഇനി അടുത്തായിട്ട് പറയാനുള്ളത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് നോക്കാം. അതായത് നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോഴും ഓട്ടോമാറ്റിക്കലി ബാറ്ററി റീചാർജ് ആവുന്നു. അങ്ങനെയാന്ന് നോക്കിയാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ ലൈനർ നേരെ ഡ്രമ്മിൽ ഒരയും, അവിടെ ഒരു കൈനറ്റിക് എനർജി ഫോം ചെയ്യുന്നു. ആ എനർജീനെയാണ് നമ്മളെ ബാറ്ററി റീചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇറങ്ങുമ്പോഴും ബാറ്ററി റീചാർജ് ആവുന്നു. അതുവഴി നമുക്ക് വണ്ടി മുന്നോട്ട് ഓടിക്കാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തൊരു സേഫ്റ്റി ഫീച്ചറാണ്. അതായത് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏറ്റവും പുറകിലായിട്ട് ചെറിയൊരു കട്ട് ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളായിട്ട് ഓഫ് ആവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടയോട്ടയുടെ അർബൻ ക്രൂയിസർ ഹൈ റൈഡർ S എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. അപ്പൊ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഹൈ റൈഡർ എന്നൊരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ടടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടയോട്ടയുടെ എംബ്ലം വരുന്നു. അതിൽ നിന്ന് 2 സൈഡിലേക്കും ഒരു ക്രോം ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ലൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാനൊക്കെ ആയിട്ടുള്ള അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഈ ഒരു പോർഷനിലേക്കാണ്, കണ്ടോ, അടിയിലായിട്ടാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ അതിന്റെ ഒരു ഹണികോം കൺസ്ട്രക്ഷനിലുള്ള ഒരു ഗ്രില്ലാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ടിലെ ഒരു ഡിസൈൻ തന്നെയാണെങ്കിലും ഉണ്ടല്ലോ, നല്ല രസമുള്ളൊരു ഡിസൈൻ തന്നെയാണ്. വണ്ടി ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ ആണെങ്കിലും ചെറിയൊരു കട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെരിച്ച് അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറക്കി ഒരു കണ്ണിൻ്റെ ഷേപ്പൊക്കെ പോലെ 2 സൈഡിലേക്ക് നോക്കി ഒരു കണ്ണിൻ്റെ ഷേപ്പൊക്കെ പോലെ അടിപൊളിയായിട്ട് തന്നെയാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തേക്കണേ. ഇവിടെയൊക്കെ ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കൊടുത്തേക്കണേ ആ ഒരു പാറ്റേൺ ഡിസൈനൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഈ ഒരു 2 സൈഡിലും DRL കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ ഒരു സൈഡിലേക്ക്, ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ ഹൈ റൈഡർ എന്നുള്ളൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 17 ഇഞ്ച് അലോയാണ് വരുന്നത്. അപ്പോൾ ഈ അലോയ് അല്ലായിരുന്നു വന്നത്, നമ്മളത് മാറ്റിയിട്ട് രണ്ടാമത് കയറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീലും ഡിസ്ക് ബ്രേക്കുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് 2 ഡോർ വരുന്നു. ഫ്യൂൽ ടാങ്കിൻ്റെ മൗത്ത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിൻ്റെ നേരെ പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പേരെഴുതിയേക്കണേ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അർബൻ ക്രൂസർ ഹൈ റൈഡർ. അതുപോലെ എസ് എന്നുള്ളൊരു വേരിയൻറ്റിലെ സിമ്പിളും ഈ ഒരു കൊടുത്തേക്കണെയാണ്. ടോപ്പിലായിട്ട് ബ്രേക്കും പാർക്ക് ലൈറ്റും ഈ വന്നേക്കണെയാണ്. പിന്നെ ഇൻഡിക്കേറ്റർ അതുപോലെ ടെയിൽ ലൈറ്റ് ഈ വന്നേക്കണെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വണ്ടി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വണ്ടിക്കകത്ത് വരുന്നതാണ്. പിന്നെ ടോപ്പിലായിട്ട് കൊടുത്തേക്കണ ഈ ഒരു ലൈൻസ് ഇത് നമ്മൾ എക്സ്ട്രാ കയറ്റിയതാണ് കേട്ടോ, രണ്ടാമത് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കാം. ഇവിടെയാണ് അതിൻ്റെ ചെറിയ ലോക്ക് വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്പേസ്, ബാക്കിലെ ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തേക്കണേ ഇതിന്. അപ്പോൾ ബൂട്ട് സ്പേസ് ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. 2 സ്റ്റേജായിട്ട് തിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിയിലായിട്ടാണ് ബാറ്ററി വരുന്നത്. ഏകദേശം ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്പിന് സ്പെയർ വീല് വരുന്നത് വാഹനത്തിൻ്റെ ഇവിടെ അടിയിലാണ് കേട്ടോ. ഈ വരുന്നതാണ് സ്പെയർ വീല്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റേ സൈഡിലെ പോലെ തന്നെ ഒരു ഹൈ റൈഡർ എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിററിൽ തന്നെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിലായിട്ട് 2 റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ എക്സ്ട്രാ നമ്മൾ തന്നെ ചെയ്തതാണ്. ഈ ഒരു വണ്ടിക്കകത്ത്, ഈ ഒരു മോഡലിൻ്റെ അകത്ത് ഇത് വരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എൻജിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ നമ്മുടെ എൻജിൻ എന്നൊക്കെ. അതുപോലെ തന്നെ ഈ വരുന്നത് ഇതിൻ്റെ മോട്ടറാണ്, ബാറ്ററിയുടെ മോട്ടറാണ്. അപ്പോൾ നമുക്ക് 1490 cc 3 സിലിണ്ടർ എൻജിനായിട്ട് വരുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 91 bhp ആണ്. 5500 RPM. ടോർക്ക് വരുന്നത് 122 Nm ടോർക്ക്, 4400 RPM. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ആ ഒരു ഫിനിഷിങ്, പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു ഫിനിഷിങ് കറക്റ്റ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ തേയിലയുടെയൊക്കെ ആ ക്ലിയർ കറക്റ്റ് അടിക്കണുണ്ടോ. നമ്മളൊരു കണ്ണാടി നോക്കണേ പോലെ നല്ല രീതിക്കുള്ളൊരു ഫിനിഷിങ് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വണ്ടിക്കകത്തേക്ക് കയറാം. അപ്പോൾ വണ്ടിക്കകത്തേക്ക് കയറാനുള്ള ലോക്ക് വളരെ സിമ്പിളായിട്ടുള്ള ലോക്ക് തന്നെയാണ്. ജസ്റ്റ് തുറക്കുന്നു. ഇനി നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അപ്പോൾ സീറ്റാണെങ്കിലും മാനുവൽ അഡ്ജസ്റ്റ് ആണ് കേട്ടോ. സീറ്റൊക്കെ ആണെങ്കിലും നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ സൈഡിലും ഈ 2 സൈഡിലാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ സീറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇനി നേരെ വണ്ടിക്ക് അകത്തേക്ക് കയറിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം അല്ലേ. ഇതാണ് കേട്ടോ ഇതിൻ്റെ കീ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം ഇതിലൊന്ന് ഞെക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകും. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ അപ്പോൾ ഈ വണ്ടിക്കകത്ത് 3 മോഡുകൾ കൊടുത്തിട്ടുണ്ട്. എക്കോ പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട്, നോർമൽ മോഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വിച്ച് വരുന്നത് ഇവിടെയാണ് കേട്ടോ. വണ്ടി ഓണാകുമ്പോൾ തന്നെ ഒരു വെൽക്കം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ 3 മോഡുകളുടെ സ്വിച്ചാണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ EV മോഡിൻ്റെ വേറൊരു സ്വിച്ചായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 മോഡുകൾ ഒന്ന് ഇട്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഞെക്കുമ്പോൾ തന്നെ നമുക്ക് പവർ മോഡ് ഓൺ ആയിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഞെക്കി കഴിഞ്ഞാൽ എക്കോ മോഡ്. അപ്പോൾ എക്കോ മോഡിലായിരിക്കും നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടുക. പിന്നെ നോർമൽ മോഡ്. അപ്പോൾ ആ ഡിസ്പ്ലേക്കകത്താണെങ്കിലും ആ കളറ് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഫ്യൂവലിൻ്റെ അളവ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 45 ലിറ്ററാണ് ഫ്യൂവലിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ ഇപ്പുറം വണ്ടിയുടെ ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡിജിറ്റൽ സ്ക്രീൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ മെയിൻ എൻജിൻ ഈ വരുന്നതാണ്. ഇത് നമ്മുടെ ബാറ്ററിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ വണ്ടി ഓട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ എനർജി ഫ്ലോയുടെ ഒരു ഡയഗ്രാം പോലെയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പോൾ ഈ നമ്മുടെ മെയിൻ എൻജിനാണ് ഇതിൻ്റെ അകത്ത് വർക്കാവുന്നത്. അപ്പോൾ ബാറ്ററിയുടെ സെല്ലിൽ ഇപ്പോൾ ഒരു സെല്ലിൽ മാത്രമാണ് ഇപ്പോൾ ചാർജ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് 2 സെല്ലായി പെട്ടെന്ന് ചാർജ് കയറും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇറക്കമൊക്കെ ഇറങ്ങാൻ നേരത്താണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫുള്ള് ബാറ്ററിയുടെ ചാർജ് തന്നെയാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇറക്കം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഒരു മോഡും കൂടെ കൊടുക്കാൻ പറ്റും. മോഡല്ല, നമ്മുടെ ഗിയറിൻ്റെ ഇത് മാറി ഇടാൻ പറ്റും. നേരെ നമ്മൾ ഈ ഒരു ലിവറിൻ്റെ പൊസിഷൻ ഈ ഒരു ഇതിലിടുവാണെങ്കിൽ നമുക്ക്
ഇറക്കമൊക്കെ ഇറങ്ങാൻ നേരത്ത് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് ഒരുപാട് ബ്രേക്ക് ഒന്നും ചവിട്ടാതെ നൈസായിട്ട് ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ. പിന്നെ തൊട്ട് മുകളിലേക്ക് ഡ്രൈവ് എന്നൊരു മോഡും അതിൻ്റെ മുകളിൽ ന്യൂട്രൽ, റിവേഴ്സ്, പിന്നെ ഇവിടെ പാർക്ക്. അപ്പോൾ നമുക്ക് തിരിച്ച് നേരെ പാർക്കിൽ തന്നെ ഇട്ടേക്കാം. നമ്മളിപ്പോൾ പാർക്കിൽ പാർക്കിലേക്കായിട്ട് ബാക്കി ഈ ഒരു കാണുന്നതെല്ലാം AC-യുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ അത്യാവശ്യം കുറേ കാര്യങ്ങളുടെ കൺട്രോൾ കാര്യങ്ങളെല്ലാം കൊണ്ട് ഇവിടെ ക്രൂസ് കൺട്രോൾ കൊടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബാണ് കേട്ടോ ഈ കൊടുത്തേക്കണത്. പിന്നെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും, പിന്നെ ഈ കൊടുത്തേക്കണെല്ലാം നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ മാറ്റം വരുത്താനും, ബ്ലൂടൂത്തിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ ലിവറിൽ കൊടുത്തേക്കണത്. പിന്നെ അതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഈ വരുന്നതാണ്. പിന്നെ നമുക്ക് വണ്ടിയുടെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ആയിട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്, 2 ലൈറ്റ്. പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീറ്റുകളൊക്കെ ആണെങ്കിൽ ഫുള്ള് നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റ് തന്നെ കൊടുത്തേക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ 2 സൈഡിൽ നമ്മൾ ഹഗ് ചെയ്ത് പിടിക്കുന്ന രീതിക്കുള്ളൊരു വെച്ചാൽ 2 സൈഡിലേക്ക് നമ്മൾ വളവൊക്കെ വീശുമ്പോൾ വെച്ച് പോകാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഇത് തന്നെയാണ് കൊടുത്തേക്കണത്. അതുപോലെ തന്നെ സീറ്റൊക്കെ ആണെങ്കിലും നല്ലൊരു ഫിനിഷിങ് തന്നെ കൊടുത്തേക്കണ. മാറ്റിൽ വരെ വണ്ടിയുടെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വണ്ടിയുടെ വെക്കാനായിട്ട്. പിന്നെ 2 എയർ ബാഗാണ് ഈ വാഹനത്തിലുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടേ ബാക്കിലെ ഒരു സ്പേസും കൂടെ കാണാം. ബാക്കിലെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് നേരെ ആദ്യം ഒന്ന് കയറി ഇരുന്നിട്ട് കാണാട്ടോ. അതെ, നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഇത്രയും ഗ്യാപ്പും കൂടെ ഉണ്ട്. നമുക്കിപ്പോൾ സീറ്റ് ഇച്ചിരി കയറ്റിട്ടേക്കുവാണ്. ഇച്ചിരി സീറ്റ് കുറച്ചിട്ടാലും നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ ഒക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ AC-യുടെ വെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒന്ന് ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് ചെറിയൊരു നമുക്ക് ഫോണോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വെക്കാനായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് കൈ വെക്കാനായിട്ടുള്ള ഹാം റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ നല്ലൊരു അപ്പോൾ ഇവിടെ ആണെങ്കിലും ഈ സെൻട്രലിൽ ഇരിക്കുന്ന ആൾക്കും നമുക്ക് ഒരു ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര മനോഹരമായിട്ട് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറെ തന്നെയാണെങ്കിലും നമുക്ക് അത്യാവശ്യം വാട്ടർ ബോട്ടിലോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചില്ല് താത്താനും പൊക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഡോറിൻ്റെ ലോക്കും ലിവറും കാര്യങ്ങളെല്ലാം ഈ വന്നേക്കണത്. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി ആരുടെയാണെന്ന് അറിയണ്ടേ? ഇവരെ 2 പേരെയും പരിചയം ഉണ്ടോ നോക്കി. നമ്മുടെ വീഡിയോയിൽ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ SML-ന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോക്കകത്താണ് നമ്മൾ ഇവരെ പരിചയപ്പെട്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിൽ ബ്രോയുടെ പപ്പയും അതുപോലെ തന്നെ ഈ ക്യാമറയുടെ പുറകിൽ ബേസിൽ ബ്രോയുടെ അളിയനും ഉണ്ട്. പുള്ളിനെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ വണ്ടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ആദ്യം ബേസിൽ ബ്രോയോട് ചോദിക്കാം. പറഞ്ഞേ, ഈ വണ്ടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്താണ്? ഞാൻ ഹൈബ്രിഡ് വണ്ടി പലപ്പോഴായിട്ട് വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷെ ടയോട്ടയുടെ ഒരു ഹൈബ്രിഡ് വണ്ടി നമുക്കൊരു നോർമൽ ഇതിൽ വാങ്ങാൻ അഫോർഡബിൾ ആയ പ്രൈസ് അല്ലായിരുന്നു. ഒരു 35 lakh തൊട്ടാണ് അവരുടെ വണ്ടികൾ വന്നുകൊണ്ടിരുന്നത്. അന്നേരമാണ് ഒരു പുതിയ എൻട്രി ആയിട്ട് ഹൈ റൈഡർ എന്ന് പറഞ്ഞ വണ്ടി വരുന്നത്. പിന്നെ ഗൾഫിലെല്ലാം വണ്ടി പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു വണ്ടി ഇവിടെ ഇന്ത്യയിൽ നമുക്കൊരു അഫോർഡബിൾ പ്രൈസിൽ ടയോട്ട ഇപ്പോൾ ഇറങ്ങി. പിന്നെ വണ്ടിയുടെ ടെക്നോളജി സെയിം ടയോട്ടയുടെ ഹൈബ്രിഡ് ടെക്നോളജി തന്നെ. 3 cylinder എഞ്ചിനാണെങ്കിലും പവർ ലാഗൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ഡീസൽ വണ്ടി ഇതിനേക്കാൾ ഇനിഷ്യൽ പുള്ളിങ് ഓവർടേക്ക് ചെയ്ത് കയറി പോകാനൊക്കെ വണ്ടിക്ക് പവർ കൂടുതലുണ്ട്. പിന്നെ മൈലേജ് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഡ്രൈവ് ചെയ്തപ്പോൾ ഇങ്ങനെ ഈ ഹില്ലി ഏരിയ പോകുന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 28-29 തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഫുള്ള് ഹില്ലി ഏരിയ തന്നെ ഓടിച്ചപ്പോൾ മൈലേജ് കുറച്ച് കുറവ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ആവറേജ് ഒരു 23 to 26 ബിറ്റ്വീൻ കിട്ടുന്നുണ്ട്. അത് നല്ലൊരു മൈലേജായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം ഇങ്ങനെ ഒരു സെഗ്മെൻറ്റിലെ വണ്ടിയിൽ. പിന്നെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും വണ്ടിക്ക് വളരെ കുറവാണ്. ടയോട്ടനെ സംബന്ധിച്ച് സർവീസ് ഞാൻ നിപ്പോൺ ടയോട്ടയിൽ നിന്ന് വണ്ടി എടുത്തത്. എത്ര കിലോമീറ്റർ വണ്ടി ഇപ്പോൾ ഏകദേശം 6000 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പോൾ 2 സർവീസ് കഴിഞ്ഞു. 1000 ഉണ്ടായിരുന്നു, ഫ്രീ ചെക്കപ്പ് ഉണ്ടായിരുന്നു. 5000 സർവീസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ 10,000 തന്നെ. പ്രൈസിങ് അവർ 1 year 2 years അല്ലെങ്കിൽ 20,000 കിലോമീറ്റേഴ്സ് അവരൊരു 7,000 rupees ഒക്കെ അപ്രോക്സിമേറ്റ് പറയുന്നത്. പിന്നെ വിയർ ആൻഡ് ടിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ വരും. പിന്നെ ടയോട്ടയുടെ വണ്ടിയാണ്. പിന്നെ ഫാസ്റ്റായിട്ട് ഇവർ നിപ്പോൺ ടയോട്ട ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വണ്ടി എടുത്ത് ഡെലിവറി തന്നു. അതുപോലെ അവരുടെ സപ്പോർട്ട് എല്ലാം വളരെ നല്ലൊരു ഇതായിരുന്നു. വണ്ടി പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് നമുക്ക് ഡെലിവറി ചെയ്ത് തന്നു അല്ലേ? ഓക്കെ, നമുക്ക് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് പപ്പയോട് ചോദിക്കാം. പറഞ്ഞു, എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? വണ്ടി ഓടിച്ചിട്ട് ഓട്ടോമാറ്റിക് ആണ്, വളരെ ഇതാണ്. ഏത്
കയറ്റത്തിൽ നിർത്തിയാലും വണ്ടി പുറകോട്ടൊന്നും ഉരുണ്ടു പോകില്ല. ഡ്രൈവിങ് വളരെ സുഖം, നല്ല പുള്ളിങ്. എപ്പോ വേണമെങ്കിലും ഓവർടേക്ക് ചെയ്ത് വണ്ടി കാല് കൊടുത്താൽ വണ്ടി പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ പറ്റും. പിന്നെ ഏറ്റവും സുഖമായിട്ട് തോന്നുന്നത് ഇതിന്റെ ടൊയോട്ടയുടെ ആ ഒറിജിനൽ ഗിയർ ബോക്സ് ആയതുകൊണ്ട് ഒരിക്കലും വണ്ടി ഏത് കുത്തനെ കയറ്റത്തിൽ നിർത്തിയാലും 1 ഇഞ്ച് പോലും ഒരു പുറകോട്ട് ഇരിക്കൂല വണ്ടി. അത് വളരെ ഒരു ഇതാണ്. ഓട്ടോമാറ്റിക് വണ്ടികൾ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ പുറകോട്ട് ഇരുന്ന് പോകും. ഇത് വളരെ സുഖമായിട്ട് ഓടിക്കാം. പിന്നെ മൈലേജിന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, മൈലേജ് നല്ല മൈലേജാണ്. കയറ്റമിറക്കമുള്ളിടത്തൊക്കെ ബാറ്ററിയും ഇതോട് 28 വരെയും കൊണ്ട് പോക്കറ്റ് കാലിയാവൂല. നല്ല മൈലേജ് ഉണ്ട്. വളരെ സന്തോഷവാനാണ് ഈ വണ്ടി ഓടിച്ചത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതെ, നമുക്ക് ക്യാമറ ഒക്കെ പിടിച്ചു തന്ന അളിയൻ ഇതാണ് കേട്ടോ. പേരെന്ന് പറഞ്ഞു? എൽദോ. ഓക്കെ, നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. വണ്ടി ഓണാകുമ്പോൾ തന്നെ വണ്ടിക്ക് സൗണ്ട് ഒന്നുമില്ല. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു സൗണ്ട് ഇല്ലേ, അത് ചെറിയൊരു അനക്കും അത്രേ ഉള്ളൂ കേട്ടോ. എൻജിൻ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സൗണ്ട് ഉള്ളൂ. ഇപ്പോൾ എൻജിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ബാറ്ററിക്ക് ചാർജ് ഇപ്പോൾ കുറവാണ്. റിട്ടേൺ കയറി കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇനിയിപ്പോൾ ഇറക്കം ആയതുകൊണ്ട് തന്നെ എൻജിൻ ഇപ്പോൾ മെയിൻ എൻജിൻ ഓഫ് ആവും. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങൾ കാണുന്നുണ്ട് ഓറഞ്ച് കളറിൽ, അതിപ്പോൾ എൻജിൻ വർക്ക് ആണോണ്ടാണ്. നമുക്ക് ബ്രേക്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് പോവാം. ബ്രേക്ക് കൊടുക്കുമ്പോൾ തന്നെ സഡൻ ആയിട്ട് ചെറിയൊരു ബ്രേക്ക് പിടിച്ച് തന്നെ വണ്ടി തന്നെ ഇറങ്ങിപ്പോകും. നമുക്ക് ബ്രേക്കിൽ കാല് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോൾ ബ്രേക്കിൽ നിന്ന് മാറ്റി ഡ്രൈവിലേക്ക് ആക്കിയിട്ടുണ്ട്. എഞ്ചിൻ ഓഫ് ആയിട്ടോ. ഇപ്പൊ യാതൊരു സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. AC യുടെ ഫാൻ വർക്ക് ചെയ്യുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ. മീറ്റർ ആണെങ്കിലും ഫുള്ള് അനലോഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിജിറ്റലും ആക്കാൻ പറ്റും. 2 ഓപ്ഷനിൽ ഇടാൻ പറ്റും. സ്പീഡ് കാര്യങ്ങൾ ആൻഡ്രോയിഡിൽ തന്നെ ആണെങ്കിൽ അങ്ങനെ പറ്റും. ഒരു പ്രത്യേക സുഖമായിട്ടോ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ. ഏറ്റവും വലിയ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും വലിയൊരു സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് ഉണ്ടല്ലോ എന്നോർത്തിട്ടാണ്. അത് തന്നെ വലിയൊരു കാര്യം. 28 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പൊ ഫുള്ള് EVയിലാണ് വണ്ടി ഓടുന്നത്. ഇപ്പൊ മീറ്റർ ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. സെറ്റിങ്സ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഗിയറില്ലാത്തതുകൊണ്ട് സ്ഥിരം അത്യാവശ്യം കുറച്ച് ഓടിച്ചാലാണ് ആ ഒരു ബുദ്ധിമുട്ട് മാറുള്ളൂ. നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ കാലൊക്കെ ക്ലച്ച് ചവിട്ടാനും ഗിയർ മാറാനും ഉള്ളൊരു മൂടൊക്കെ തോന്നും. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയുടെ വിലയെ കുറിച്ച് നോക്കാം. ഏകദേശം 16 ലക്ഷം മുതൽ 20 ലക്ഷം വരെ കേട്ടോ. അപ്പോൾ വേരിയന്റിന് അനുസരിച്ചിട്ട് വ്യത്യാസം വരും. അപ്പോൾ വണ്ടിയുടെ വില അതുപോലെ തന്നെ ഓരോ മോഡലുകളുടെ വ്യത്യാസം, സ്പെസിഫിക്കേഷൻ എല്ലാം നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വണ്ടി സംബന്ധമായ ഡൗട്ടുകൾ, അതുപോലെ വണ്ടി പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നിപ്പോൺ ടൊയോട്ടയുടെ സെയിൽസിലെ ആളുകളുടെ നമ്പറും ഡീറ്റെയിൽസും വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ എന്നത്തെ പോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ അടിമാലിക്കാരൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ താങ്ക്